ഡൂഡ് പെട്ടിക്ക കുറെ കടികൾ ഒക്കെ മടക്കി വെച്ചതായിരുന്നു. അപ്പൊ അവരിപ്പം വീട് തരച്ചില്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ കാണുന്നത്. നിങ്ങൾക്കൊരു സീക്രട്ട് കാണിച്ചു, നമ്മളെ അൽഫിന്റെ സീക്രട്ട് ശേഖരം ഞാൻ കണ്ടുപിടിച്ചു. ഇതൊക്കെ എന്തുവാ? രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നത് ചിലപ്പോൾ ഇതായിരിക്കും പരിപാടി. ഇവിടുന്ന് ഇങ്ങനെ സ്നാക്സും തീർക്കെ കള്ളത്തി കയ്യോടെ പൊക്കി കഴിച്ചു. കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു, ഇപ്പൊ ഒക്കെ പോയി. ഇവളുടെ ഈ ചിപ്സ് സീക്രട്ട് സാധനം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ആൾ അറിയിക്കണം. നമുക്ക് ഇത് വെച്ചിട്ട് വേറൊരു സർപ്രൈസ് കൊടുക്കാൻ ഇങ്ങനെ എന്റെ മൈൻഡിലുണ്ട്. ഇത് ഞങ്ങൾ ഇന്നലെ മുടി വെട്ടാൻ പോയപ്പോ അതിന്റെ താഴത്തെ ഷോപ്പ് ഒന്ന് വാങ്ങിട്ടോ, അടിപൊളി സ്മെല്ല. ഞാൻ മുടി വെട്ടി കഴിച്ചാൽ പറയാൻ പറഞ്ഞത്. ഞാൻ അൽഫിയുടെ ഇന്നലെ പോയി നമ്മളെ മനാഫ്ക ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ലുലുവിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അവിടെ കയറി നൈസിൽ മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ചെയ്ത് ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഒരു ഷെൽഫില് ഇതില് എന്റെ ഡ്രസ്സ് ഇട്ട, അപ്പൊ ഇത് നിറച്ച് ഞാൻ അവൾക്ക് ചിപ്സും അങ്ങനത്തെ എല്ലാ സാധനം വെച്ച് ഇത് മൊത്തം നിറയ്ക്കാന്ന്. ഈ ഡ്രസ്സൊക്കെ മാറ്റി ലേസിന്റെ ഒക്കെ ഇങ്ങനെ വരിവരിയായി കിട്ടുന്ന സാധനം അതൊക്കെ വെച്ച് നമുക്ക് ഇതൊരു ചെറിയ പെട്ടിപ്പിടിയാക്കി മാറ്റാം. കോമഡി ഇതൊക്കെ മാറ്റിട്ട് ഒരു മിനി പെട്ടിക്കട ഇൻ മൈ റൂം, അതായിരിക്കും വീഡിയോ. ഒന്ന് പുറത്തു പോകണം ഗൈസ്. അപ്പൊ നമ്മളൊന്ന് പുറത്തു പോകണം, പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. ഓക്കെ, സോ ബേബി പെരുന്നാളിന് ഡ്രസ് എടുക്കണ്ട ബേബിക്ക്? ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തോന്നറിയില്ല. അല്ല നിനക്ക് വേണ്ട, നീ കൊറേ സാധനം ഇന്നലെ ഓർഡർ ചെയ്ത്. ഞാൻ പറഞ്ഞേ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത്. ഇവള് ഫാഷൻ ഷോ എടുത്ത കേസ്. അപ്പൊ മെയിൻ എനിക്കാണ് ഡ്രസ് വേണമെന്ന് ഞാൻ സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ ഡാർലിംഗ്, എനിക്ക് ഓർഡർ ചെയ്തതിൽ ഞാൻ 2 കീപ്പ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ റിട്ടേൺ ചെയ്തിട്ടോ. അപ്പം പുതിയ സാധനങ്ങൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നമുക്ക് പോയിട്ട് 2-3 ടീഷർട്ട് എടുക്കാം. ഓക്കെ, നല്ല വേല കത്തി ജ്വരിച്ച് നിൽക്കണം നമ്മളെ വീട്. അപ്പൊ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? മിനിക്ക് ഫുഡ് കൊടുക്കണം. മിനി വിശന്നിട്ട് കരയാൻ തുടങ്ങിട്ട്. അപ്പൊ ആദ്യം നമുക്ക് പോയി മിനിക്ക് എന്തെങ്കിലും ഞണ്ണാൻ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. നമ്മളിതാ ഫുഡ് കൊടുത്ത് മിനിക്കുട്ടൻ ഹാപ്പി ആയി. കുട്ടോ ലവ് യു കുട്ടോ. പെട്രോൾ അടിച്ചല്ല, അപ്പൊ എയറും കൂടി ഒന്ന് അടിക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മളെ ഫ്രണ്ടത്തെ ലെഫ്റ്റ് ടയർ എപ്പോഴും ഷുന്നാവും, പഞ്ചറാണെന്ന് തോന്നുന്നു. റെഡി ആക്കണം. വർക്ക്ഷോപ്പിൽ കാണിക്കാൻ നമുക്ക് മടിയാണ്, വർക്ക്ഷോപ്പ് പോകാനുള്ള സമയമില്ല, അതാണ് സീൻ. അപ്പൊ നമ്മൾ എയർ അടിച്ചു കഴിഞ്ഞ് ഇനി പോവാം. നമ്മളപ്പോ കളമശ്ശേരിയിലേക്കാണ് പോണേ. നോർമലി വെസ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്ന പോലെ ഇത്തവണ നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഇതുപോലെ ഈ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയി ഇങ്ങനെ കേറി നിരങ്ങി എടുക്കാന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പൊ നമുക്ക് സീനായി വണ്ടി സൈഡ് ആക്കണം. എഞ്ചിൻ ചൂടായി എന്ന് പറഞ്ഞ മെസ്സേജ്. ഞാനുള്ള ഹോട്ട് പീപ്പിൾ ഉള്ളപ്പോ വണ്ടിക്ക് ചൂടാവും. പണി കിട്ടി സാറേ, പണി കിട്ടി. ഇപ്പൊ ഒരു മെസ്സേജ്, വണ്ടി പെട്ടെന്ന് നിർത്തുക അല്ലെങ്കിൽ കത്തുന്നില്ല, സ്റ്റോപ്പ് കെയർഫുള്ളി. കണ്ടപ്പോ പേടിച്ച് ഞാൻ നോക്കണ നടു റോട്ടില് ഇവിടെ സൈഡാക്കി. ഭാഗ്യത്തിന് ഒരു എന്താ പറയാ ഫുഡ് കഴിക്കണ ഏതൊരു മിൽക്ക് ഷേക്കിന്റെ ഏതൊരു ഷോപ്പാണ്. കുറെ കടികൾ കാണുന്നുണ്ട്. അപ്പൊ അൽഫി മാംഗോ മാൽബ പറഞ്ഞു, ഞാൻ ടെൻഡർ മിൽക്ക് പറഞ്ഞു. അപ്പം എന്റെ ടെൻഡർ കോക്കനട്ട് മിൽക്ക്, അവളുടെ പേരെന്താണ് മിൽക്ക മാംഗോ മാൽബ. സോ കുടിച്ചിട്ടാണ് ഇവിടെ മുടിഞ്ഞ പാട്ട് കേട്ടു. ഞാൻ പോയി വെള്ളം വെച്ച് സെറ്റ് ചെയ്തിട്ടോ. നമുക്ക് ഈ സാധനത്തിൽ വെള്ളം നിറയ്ക്കേണ്ടത്. ഇത് ഭയങ്കര ചൂടായിരിക്കും ഓപ്പൺ ആക്കുമ്പോൾ. അപ്പൊ അത് വെള്ളം പറഞ്ഞ ശരിക്കും എന്തൊക്കെ വേണം മിനിക്കുട്ടിന്. ഇടക്കിടക്ക് ഈ വെള്ളം വേണം, ഇടക്കിടക്ക് പെട്രോൾ വേണം. അപ്പൊ ആദ്യത്തെ ഷോപ്പിലെത്തി. ഇവിടെ നമ്മളുടെ അൽഫിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കേസ് നോക്കൂ, എന്ത് രസമുള്ള ഡ്രസ്സ്. ഇത് ഇടണം എന്നാണ് ഇവള് പറഞ്ഞത്. പക്ഷെ ഞാൻ വാശി പിടിച്ചിട്ട് എന്നിട്ട് എക്സ്കേപ്പ് ആയി. ഇവള് അവിടെ കണ്ട കളർ എടുക്കാണ്ട് കൊറേ കളിച്ച് കഴിച്ചു. ഞാൻ വേഗം അവിടെ നെക്സ്റ്റ് അടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളെ താഴത്തെ കമന്റ് അത് ഞാൻ ഇട്ട ഒരുമാതിരി ജോക്കറിനെ പോലെ ഉണ്ട്. അത്രക്കല്ല, ഒരു മെറൂണും അല്ല പിങ്കും അല്ല, ബ്രൈറ്റ്. പക്ഷെ തുണിക്ക് ക്വാളിറ്റി ഇല്ലടി, ഭയങ്കര എന്താ പറയാ ഈ തൊപ്പ അങ്ങനെ പോകുന്നുണ്ട്. വേറെ ഷോപ്പ് പോയോ. ഇവിടെ ഡെസ്റ്റിനേഷന്റെ അടുത്ത ഷോപ്പിലെത്തിയിരിക്കുന്നു. ഇവിടെയും ഇവളെന്നെ ആദ്യം കയറി പോകുന്നുണ്ട്. ആദ്യം കണ്ട സാധനം ഇത് കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. പിന്നെ ഞങ്ങൾ കുറെ അവിടെ ഇവിടെ ഒക്കെ നോക്കി. ഇവിടെ കുറെ കളക്ഷൻസ് പൊതുവെ ഉണ്ട്. പിന്നെ ബേബിന്റെ ഫേവറേറ്റ് പച്ച, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പച്ച പെരുന്നാളിട്ട് കഴിഞ്ഞാൽ ഒരു പച്ചപ്പിത്തമായി പോകുന്നുള്ളത് കൊണ്ട് അത്. പിന്നെ ബ്ലാക്ക് എനിക്ക് കുറെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഒരു രസമല്ല. പിന്നെ 1-2 ട്രയൽ ചെയ്ത് നോക്കി. ഇത് രസമല്ലേ, എന്നെ കാണാൻ നല്ല മൊഞ്ചനായിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. വേറെ 2-3-4 ഷർട്ടുകൾ ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കി. അതിൽ കുറെ എണ്ണത്തിന് ഭയങ്കര ഇറക്ക കൂടുതലായതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വിചാരിച്ച്. കുറെ എണ്ണം ഭയങ്കര ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ച്. പിന്നെ കുറെ നല്ലത് ഉണ്ടപ്പോൾ നമ്മളതങ്ങ് എടുത്ത് അവിടെ നിന്ന് വിട്ട് ഗൈസ്. പിന്നെ ലാസ്റ്റ് ബസ് സൈഡിലൂടെ കയറി പോരാ വിചാരിച്ചു. കാരണം ഇനി എങ്ങാനും ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ പറയാൻ പറ്റില്ലല്ലോ. സോ അവിടുത്തെ കളക്ഷനോടും കൂട്ടി അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. വേറെ എനിക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾക്ക് ഫൈനലി
ഞാൻ പറഞ്ഞു ഇത്തവണ വെസ്റ്റ് സൈഡിലൊന്നും പോവാതെ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടുന്നു. സൂപ്പറാ. ഇപ്പം അൽഫി, റോഷനും സിംഗിങ് കൂടി പുതിയ വീടെന്തോ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരിപ്പം വീട് തരച്ചിലായതുകൊണ്ട് ഞാൻ അവരെ വൈക്ക് വിട്ട്, എന്നിട്ട് ഞാൻ ജസ്റ്റ് വീട്ടിലേക്ക് പോകുന്നു. അവരിവിടെ കലൂർ എന്നാൽ ഞാൻ അവരെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം സെറ്റ് ചെയ്യണം. കുറച്ച് സമയമുള്ളൂ, അവരിപ്പം ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ, ഞാൻ സാധനങ്ങൾ കുറെ വാങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ. ഓ ഷിറ്റ്, കണ്ടോ കുറേ സാധനങ്ങൾ വാങ്ങിക്കാം. നമുക്കപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെ ഇത് നമുക്ക് എടുക്കാനില്ല. ഈ ഒരു പോർഷൻ ഇങ്ങനെയുള്ള സ്ഥലം നമുക്ക് ഒഴിക്കുക. ഡ്രസ്സൊക്കെ ഇപ്പം അങ്ങോട്ട് ഇട്ടും കൈസ്, അതാണ് സീൻ. ഞാൻ എൻ്റെ ഗ്ലാസ് കാറിൽ വെച്ച് മറിഞ്ഞ് എടുക്കാറൊന്നും സമയമില്ല, ഒക്കെ മടക്കി വെച്ചതായിരുന്നു. ഈ ഒരു ഷെൽഫ് മൊത്തം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സാധനം കുറെ തൂക്കുന്ന സാധനങ്ങൾ വാങ്ങി ഇവിടെ ഇങ്ങനെ തൂക്കിയിടുക. അപ്പോൾ ശരിക്കും ഒരു പെട്ടിപ്പീല, മിനി പെട്ടിപ്പീലിൻ്റെ ഫീല് വരും. വി ഹാവ് കപ്പി, ഭംഗിട്ട് കാണാം. ആൻഡ് വി ഹാവ് ലൈറ്റ്. പോളി ഇതിപ്പം തന്നെ ഫില്ലായില്ല. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു കോപ്പ്. ഇതെന്താണ്? പിന്നെ നമുക്ക് ബിങ്കോൻ്റെ നീലുണ്ട്, കത്തർപ്പത്തിൻ്റെ അങ്ങനത്തെ വാങ്ങുന്നുണ്ട്. ഇപ്പം തന്നെ ഫുള്ളായിട്ടാണ്. നമ്മൾ പിന്നെ കുറേ ചെറിയ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ അച്ഛക്കത് കോലുമിഠായി വാങ്ങിട്ടോ. നമുക്കിത് ഞാൻ ഇതൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് 1 2 അട്ടിക്ക് നിൽക്കൂല. നമുക്ക് വേറെ എന്താ പണി ചെയ്യാം. ഏറ്റവും ടോപ്പിൽ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് വെക്കാം. നമ്മളിതൊരു പെട്ടിപ്പീരി ആയതുകൊണ്ട് നമ്മളിതാ ഇങ്ങനത്തെ കുറേ നൊസ്റ്റ് സാധനം കൂടി വാങ്ങി കേട്ടോ. വെച്ചല്ല ഇവിടെ മൊത്തം ഫില്ലായി, ഇവിടെ ഓൾമോസ്റ്റ് ഫില്ലായി, താഴത്തും ഫില്ലായി. വാ, നമ്മളെ പെട്ടിപ്പീരിൽ ചെറിയ ഇങ്ങനത്തെ സാധനം കിട്ടാം. 5 രൂപേൻ്റെ ചെറിയ ഹോർലിക്സ് ബിസ്ക്കറ്റ് ബൈബിൾ. അത് എൻ്റെ ഊഹ ശരിയാണ്. അവൾക്ക് വേണ്ടിയുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മളുടെ ലൈക്ക് എന്താ പറയുക, ബുൾഡാക്കിൻ്റെ 2 ടൈപ്പ് നൂഡിൽസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സോ പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് മൊത്തത്തിൽ ഈ സാധനം എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സാണ്. ഇവിടെയും ഡ്രസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പുറത്തെ സൈഡ് അവളെ ഡ്രസ്സാണ്. അവളത് കറക്റ്റ് മടക്കി വെച്ചാണ്. അത് എടുത്തു കഴിഞ്ഞാൽ സർപ്രൈസിൻ്റെ പകരം പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ നടക്കുക. ഓക്കെ, താഴെ നമുക്ക് സാധനങ്ങൾ കുറഞ്ഞു പോയിട്ട്, കാരണം എല്ലാം ഞാൻ ഈ ഒരു ലെവലിൽ മൊത്തം വെച്ചുപോയി. കുഴപ്പമില്ല, ഇനി നമുക്ക് ഓർഡർ ചെയ്യാൻ ടൈമില്ല കേസ്. ഓക്കെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇനിയിപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഓ മൈ ഗോഡ്. വെയിറ്റ് ചെയ്തിട്ട് അവൾ വന്നിട്ട് സർപ്രൈസ് ചെയ്യുക. സൈഡായി. അയ്യോ, സീനിച്ച് കേസ് അവൾ വന്നിട്ട് സീൻ വിയർത്ത് ഉരിച്ചു കേസിലിരിക്കണ്ട. ഇനി ബാക്കി അവൾ വന്നിട്ട് നോക്കാം. ഇല്ല ബാ സാധനം കാണിച്ചിടാം. ഓക്കെ. ഇല്ല എനിക്ക് കാര്യങ്ങളൊക്കെ മറന്നുപോയതാ. കയറി ഇങ്ങോട്ട് വാ. അങ്ങോട്ട് ഇരി. അങ്ങോട്ട് നോക്കി. റൂം അലങ്കോലാണെങ്കിൽ എന്താ, നിനക്ക് വേറെ സാധനം. ഇങ്ങോട്ട് വാ. എന്റെ കയ്യിന്നൊക്കെ നീ വാ, ഡ്രസ്സ് പോട്ടെ. നീ ഇത് ഓണത്തിനായിട്ട് കുട്ടി കച്ചവടം പറഞ്ഞിട്ട് നിന്റെ കുറെ കള്ളപ്പരിപാടികൾ ഞാൻ കണ്ട്. നിന്റെ കുറെ ഷെൽഫിലുള്ള സാധനങ്ങൾ ഞാൻ കണ്ട്. ലേസി, ബിങ്കോ, ആ സാധനങ്ങൾ ഇവിടെ മറന്നു. രാത്രി കിടക്കും, ഇതാണ് അവളുടെ പണി. സോ അതുകൊണ്ട് ഞാനൊരു സാധനം നിനക്ക് തരാൻ പോവാണ്. ഇനി നീ ഇൻസ്റ്റാമാർട്ടും സാധനങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഇങ്ങ. ഞാൻ ഒരു പെട്ടിക്കട തുടങ്ങി, ഡൂഡ് പെട്ടിക്കട. ഓക്കെ, പെട്ടിക്കട നിനക്കിപ്പം കാണാം. ഡൂഡ് പെട്ടിക്കട പേര്. നിനക്ക് അവിടുന്ന് സാധനം വാങ്ങാം ഫ്രീ ഓഫ് കോസ്റ്റ്. EMI ഒന്നും വേണ്ട, ഫ്രീ ഓഫ് കോസ്റ്റ്. ഓപ്പൺ മൈ ഡൂഡ് പെട്ടിക്കട. ഇതന്നെ. എന്നാ കൂടി ഇന്നോഗ്രേറ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഓവറൊന്നും നിൽക്കണ്ട. ഡൂഡ് പെട്ടിക്കട. രണ്ടു ഒരു പെട്ടിക്കടയിൽ കണ്ടത്. അൺഫോർച്യുനേറ്റ്ലി പെട്ടെന്ന് കണ്ടപ്പോ പെട്ടെന്ന് മൂന്ന് ഡിഫറൻസ് ആണ്. ഒന്ന് പച്ച ഉണ്ട്, പച്ചയും രണ്ട് പച്ച. ഇത് രണ്ടെണ്ണായിരുന്നു, സ്വച്ചായിരുന്നു. ഇത് ഭയങ്കര യമ്മിയാണ്. ഇത് അവിടെയുള്ള മൊത്തം എടുത്തുകൊണ്ടോ. പിന്നെ ഇവിടെ എന്റെ സാധനങ്ങളല്ലേ, അത് നിന്റെ റൂമിലുള്ള സാധനങ്ങള്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് എടുത്ത് കണ്ടുപിടിച്ചു. തുറക്കാറില്ലല്ലോ. ഞാൻ മോർണിംഗ് തന്നെ അത് തുറന്നുണ്ട്. മോർണിംഗ് തന്നെ തുറന്നപ്പോ സാധനം കണ്ട്. എന്തിനാ പറഞ്ഞേ? ബിസ്ക്കറ്റ് ഉണ്ട്, ഏറ്റവും ഹാപ്പി
ഇതാണ് അവളെ ഏറ്റവും ഹാപ്പി അല്ലേ? വേറെ ഒന്നും ഹാപ്പി ഇല്ലല്ലേ? എല്ലാ ഹാപ്പിയാണ്, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഏറ്റവും ഫേവറേറ്റ്. കുഞ്ഞ് ഹോർലിക്സ് ബിസ്ക്കറ്റ് ക്യൂട്ടല്ലേ? ആ ഇതൊക്കെ കിടന്നു കിട്ടി. അതൊക്കെ ആ ഷോപ്പ് കണ്ടപ്പോ വാങ്ങിയതാ മോളെ. അയ്യോ മൊത്തത്തിൽ നീ എന്നെ ഞാൻ ഡയറ്റ് എടുക്കാൻ വിചാരിക്കും, നീ എന്നെ ഇങ്ങനെയൊക്കെ മേടിച്ചു. ഞാൻ കാണാണ്ട് ഇവിടെ ഇതിന് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ കാണാതെ കഴിക്കുന്നോണ്ട് ഞാൻ ലിമിറ്റഡ് ആയിട്ട് ഞാനത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ തിന്ന് നിനക്ക് റിഗ്രറ്റ് അടിക്കണം, മനസ്സിലായില്ലേ? ഫയർത്തൊലിക്കണില്ലേ? ഞാൻ കുറെ പണി. പക്ഷെ ഇതൊക്കെ മടക്കണ്ടേ? നീ അതൊക്കെ സാരല്ല, നീ ഇതൊക്കെ മേടിച്ചെന്ന് ഞാൻ മടക്കിക്കോളാം. ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ. അതെന്തെങ്കിലും പിടിച്ച് അല്ല ഞാൻ ബൈ പറയണ്ടേ? എനിക്ക് എന്തെങ്കിലും തരണം. ഓക്കെ. ഓ വേർത്ത് കുറെ പണി ഉണ്ടായിരുന്നു.